ഹായ്, നിങ്ങൾ എൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. പാലും മുട്ടയും മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരുടെ കയ്യിലുണ്ടാകുന്ന സാധനമായതുകൊണ്ട് പെട്ടെന്ന് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കാണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട വേണം നമുക്ക്. മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ള വേറെയും മഞ്ഞക്കരു വേറെയും എടുത്ത് മാറ്റണം. നമുക്കതിൻ്റെ മഞ്ഞ കളർ മാത്രമേ ആവശ്യമുള്ളൂ. എന്ന് വെച്ച് വെള്ള കളയേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ള ചേർക്കണം എന്നുണ്ടെങ്കിൽ വെള്ള ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 4 മുട്ടയുടെ മഞ്ഞക്കരുവാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പാലിൽക്കാണ് ഞാൻ 4 മുട്ടയുടെ വെള്ളക്കരു എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ മുട്ടയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാൻ. ആ പഞ്ചസാരയിലേക്ക് നമ്മൾ ഈ മഞ്ഞക്കരു ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ആ പഞ്ചസാര അതിൽ അലിയുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര നന്നായി അതിൽ മിക്സ് ആയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി എടുക്കുക. ഞാനിതിൽ ചൈന ഗ്രാസ് ചേർക്കാതെ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെള്ളം കൊണ്ട് നന്നായി കലക്കി ലൂസാക്കി വെക്കുക. കട്ടയില്ലാതെ നന്നായി ഇളക്കി വെക്കണം. ഇനി നമുക്ക് പാൽ അടുപ്പത്ത് വെച്ച് പാൽ നന്നായി കാച്ചിയെടുക്കുക. നല്ല തിളക്കണം പാൽ. നല്ല തിളച്ച ശേഷം നമ്മൾ ഈ അടിച്ചു വെച്ച മുട്ടയും പഞ്ചസാരയും അടിച്ചു വെച്ച മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇനി നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടി കലക്കിയതും ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും ഇത്. ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഇളക്കിയെന്നാൽ നന്നായി കുറുകി വരും. നല്ല കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നല്ല പരന്നതോ കുണ്ടുള്ളതോ ആയ പാത്രങ്ങൾക്ക് ഇത് ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കാരാമൽ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. അതിന് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് ഫ്രൈ പാനിൽ ഇട്ടിട്ട് വെറുതെ തീ കത്തിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അത് ചൂടാവുന്നതിനനുസരിച്ച് അത് ഉരുകി കളറായി കിട്ടും. ഇനി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പം നന്നായി തണുത്തിട്ടുണ്ട്, നന്നായി ഉറച്ചിട്ടുമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഒന്നും കൂടി പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് ചുവന്ന ബട്ടൺ ഒന്ന് അമർത്തുക, ബെല്ലൈക്കൺ അമർത്തുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും വീഡിയോ ഇടുന്നത് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.